ഹലോ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ എല്ലാവർക്കും വലിയ പെരുന്നാൾ ആശംസകൾ. അപ്പോൾ ഇന്ന് പെരുന്നാളിൻ്റെ ദിവസത്തെ കുറച്ച് വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ നോക്കാം. അപ്പോൾ അങ്ങനെ സുബഹിസ്കാരം കാര്യങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ നേരെ കിച്ചണിലോട്ട് കയറിയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ആദ്യം തന്നെ ചായ കുടിച്ചിട്ട് പണിയിലേക്ക് കിടക്കാമെന്ന് വെച്ചിട്ട് ഇതേ കട്ടൻ ചായയൊക്കെ റെഡിയാക്കി എടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ ചായയും കാര്യങ്ങളൊക്കെ കുടിച്ച് പിന്നെ ഞങ്ങൾ പായസത്തിനുള്ള പരിപ്പ് ഒന്ന് വറുത്തെടുത്തിട്ടുണ്ട്. പിന്നെ ചിക്കൻ കറിക്ക് രാവിലെ നെയ്പ്പത്തിൽ ചിക്കൻ കറി ആയതുകൊണ്ട് തന്നെ അതിനുള്ള ചിക്കൻ കറിക്കുള്ള ചിക്കൻ, അതുപോലെ തന്നെ ബിരിയാണിക്കുള്ള ചിക്കനൊക്കെ അനിയത്തി ഇവിടെ റെഡിയാക്കുന്നുണ്ടായിരുന്നു. അതൊക്കെ ക്ലീൻ ചെയ്തെടുക്കുന്നുണ്ടായിരുന്നു. അതിനുശേഷം ഞാൻ പിന്നെ നേരെ പായസം ആദ്യം എല്ലാവരും പള്ളിയിൽ നിന്ന് വരുമ്പോഴത്തേനും പായസം കുടിക്കാൻ കൊടുക്കാമെന്ന് ഓർത്തിട്ട് അത് റെഡിയാക്കി എടുക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ പ്രഥമനായിരുന്നു. പായസത്തിൻ്റെ റെസിപ്പിയൊക്കെ ഞാൻ ഓൾറെഡി അപ്ലോഡ് ചെയ്തതാണ്, അതുകൊണ്ട് അതിൻ്റെ വീഡിയോ ഒന്നും എടുത്തിട്ടില്ല. അതിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ ലിങ്ക് കൊടുക്കുക, വേണ്ടതെന്ന് ചെക്ക് ചെയ്താൽ മതി. അതിനുശേഷം അവൾ ചിക്കനുള്ള ഫ്രൈ ചെയ്യാനുള്ള മസാലയും കാര്യങ്ങളൊക്കെ മാരിനേറ്റ് ചെയ്ത് വെക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ ചിക്കനൊക്കെ മാരിനേറ്റ് ചെയ്തതിന് ശേഷം പിന്നെ അടുപ്പ് കത്തിക്കാൻ നിന്നു. കറി അതുപോലെ തന്നെ ചിക്കൻ ഫ്രൈ ഒക്കെ പെട്ടെന്ന് അടുപ്പത്തു നിന്ന് തയ്യാറാക്കി എടുക്കാമെന്ന് വെച്ചിട്ട് അങ്ങനെ അവൾ അടുപ്പൊക്കെ ക്ലീൻ ചെയ്ത് അടുപ്പ് കത്തിക്കാൻ വേണ്ടി വന്നു. അങ്ങനെ അടുപ്പൊക്കെ കത്തിച്ചതിന് ശേഷം പിന്നെ ആദ്യം തന്നെ ചിക്കൻ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാമെന്ന് വെച്ചിട്ട് അതിനുള്ള ഓയിലും കാര്യങ്ങളൊക്കെ ചൂടാകാൻ വേണ്ടി വെച്ചു. ആ സമയം ഞാൻ ഇപ്പുറം നെയ്പ്പത്തിൽ ഇട്ടെടുക്കുന്നുണ്ടായിരുന്നു. അവൾ പിന്നെ കറിയും ഫ്രൈ ആക്കാമെന്ന് പറഞ്ഞുകൊണ്ട് തന്നെ ഞാൻ പെട്ടെന്ന് പത്തിൽ ഇടാൻ വേണ്ടി നിന്നു. അങ്ങനെ ഫുഡും കാര്യങ്ങളൊക്കെ റെഡിയായി രാവിലത്തേക്കുള്ള. അപ്പോൾ രാവിലെ 7:30 നിസ്കാരം. അപ്പോൾ രാവിലെ തന്നെ ആയതുകൊണ്ട് ആരും കാര്യമായിട്ട് ഫുഡൊന്നും കഴിച്ചിട്ടില്ല. ലൈറ്റായിട്ട് ചായയും ഇതും മാത്രം കുടിച്ചിട്ട് ആണുങ്ങളൊക്കെ പള്ളിയിലോട്ട് പോയി. അപ്പോൾ അതിനുശേഷം ബാക്കി നമ്മൾ പരിപാടി ഉച്ചക്കേക്കുള്ള ബിരിയാണീൻ്റെ പരിപാടി സ്റ്റാർട്ട് ചെയ്തു. അപ്പോൾ ചിക്കൻ ബിരിയാണിയാണ്. ബിരിയാണിക്കുള്ള സവാളയും കാര്യങ്ങളൊക്കെ അവൾ ക്ലീൻ ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പുറം ഞാൻ ബാക്കി ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളകൊക്കെ ചതച്ചെടുക്കാൻ വേണ്ടി നിന്നു. പിന്നെ അതിനുശേഷം പിന്നെ പായസം ഒന്ന് തോമിക്കാനുണ്ടായിരുന്നു. അതുപോലെ തേങ്ങാക്കൊത്തും അതുപോലെ തന്നെ അണ്ടിപ്പരിപ്പ് മുന്തിരിയൊക്കെ ഇട്ട് അതൊന്ന് തോമിച്ചെടുത്തു. അതിനുശേഷം പായസം അവിടെ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. അവരൊക്കെ വരുമ്പോഴത്തേക്കൊന്ന് കുറച്ചൊന്ന് തണുക്കട്ടെ എന്ന് വെച്ചു. അങ്ങനെ പള്ളിയിൽ പോയവരൊക്കെ തിരിച്ചു വന്നിട്ടുണ്ടായിരുന്നു. അവർക്ക് ബ്രേക്ക്ഫാസ്റ്റും കാര്യങ്ങളൊക്കെ കൊടുത്തു. അതിനുശേഷം പിന്നെ ബിരിയാണി ഒന്ന് ദമ്മിടാനും കൂടി ബാക്കിയുണ്ടായിരുന്നു. അപ്പോൾ അതും കൂടി ഒന്ന് ദമ്മിട്ടെടുക്കുന്നുണ്ട്. അപ്പോൾ പിന്നെ ഞങ്ങൾ ഫ്രഷ് ആകാനും കാര്യങ്ങൾക്കൊക്കെ പോയി. അങ്ങനെ ബിരിയാണിയൊക്കെ ദമ്മിട്ട് വെച്ചതിന് ശേഷം പിന്നെ ഞങ്ങൾ പോയി ഫ്രഷായി. പിന്നെ കുറച്ച് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്ത് ഒരു 12:30 ആയപ്പോൾ തന്നെ ഫുഡ് കഴിക്കാനായിരുന്നു. ഞങ്ങൾക്ക് രണ്ടാൾക്കും ഞങ്ങളെ വീട്ടിലോട്ട് പോകാനുള്ളതുകൊണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വിശേഷം. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്